എല്ലാവർക്കും എൻ്റെ പൊൻവീണ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശൈല രാജൻ. ഇന്ന് എൻ്റെ വീഡിയോ മത്സരാർത്ഥികൾക്കുള്ളതല്ല കേട്ടോ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നോമ്പ് നോക്കുന്നൊരു മാസമാണിത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ക്ലാസ്സിൻ്റെ ഭാഗമായി ഞാൻ മലപ്പുറം ജില്ലയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ നോമ്പ് മാസത്തിൽ ഞാൻ മലപ്പുറം ജില്ലയിലെ എൻ്റെ സുഹൃത്തായ താഹിറയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നോമ്പിനെ കുറിച്ച് ഞാൻ കണ്ടതും കേട്ടതുമായുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റമളാൻ മാസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായും സാമൂഹ്യമായും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നും പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അവതരിക്കപ്പെട്ട മാസമായതുകൊണ്ട് ഈ മാസത്തെ ഖുർആന്റെ മാസം എന്നും അറിയപ്പെടുന്നു. മുസ്ലിങ്ങളുടെ 5 നിർബന്ധ കർമ്മങ്ങളിൽ ഒന്നാണ് റമളാനിലെ നോമ്പ്. സുബഹ് മുതൽ മഗ്രിബ് വരെ ഭക്ഷണപാനീയങ്ങളും ലൈംഗിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് അല്ലാഹുവിൻ്റെ പ്രീതിക്കായി വിശ്വാസികൾ നോമ്പെടുക്കുന്നു. ഇതുകൊണ്ട് ജനങ്ങളിൽ ആത്മീയ നിയന്ത്രണവും ക്ഷമയും ഉണ്ടാകുന്നു. ഈ റംസാനിലെ നോമ്പ് എടുക്കുന്നത് മറ്റു മാസങ്ങൾ എടുക്കുന്നതിനേക്കാൾ 70 ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് വിശ്വാസികൾ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാനും സക്കാത്ത് നൽകാനും ഈ മാസം തിരഞ്ഞെടുക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ വിശപ്പറിയാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടി പുതുജീവിതം നയിക്കാനും റമളാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുന്നു. ഞാൻ അവിടെ ഉള്ളപ്പോൾ നോമ്പിന് മുമ്പ് തന്നെ, ഒരാഴ്ച മുമ്പ് തന്നെ അവിടെയുള്ള എല്ലാ വീടുകളും നല്ല വൃത്തിയായി, വീടും പരിസരവും ക്ലീനായി അവര് നോമ്പിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ നോമ്പ് തുടങ്ങി. അന്ന് വൈകുന്നേരം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ, താഹിറയുടെ വീട്ടിലായിരുന്നു. വൈകുന്നേരം ബാങ്ക് കേട്ടു. ബാങ്ക് കേട്ടതിന് ശേഷം അവരെല്ലാവരും മേശയ്ക്ക് ചുറ്റും താഹിറയും ഭർത്താവും മക്കളും എല്ലാവരും ഒരുമിച്ച്, ഞാനും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ നോമ്പ് തുറയെന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ്, പിന്നെ പാനീയങ്ങൾ, പിന്നെ വൈകുന്നേരത്തെ അത്താഴം ഇതെല്ലാം കഴിച്ചു. ഞങ്ങൾ കിടന്നു. ഞാനിതെല്ലാം നല്ല കൗതുകത്തോടും സ്നേഹത്തോടും അതിൽ പങ്കെടുത്തു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നോമ്പ് തുറയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അത് ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നും ഒരു നിധിയായിട്ട് കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ നോമ്പ് തുറയുടെ ആശംസകൾ നേരുന്നു.